ഞാൻ ഈ ഗവൺമെന്റിനെയല്ല കുറ്റം പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചിരുന്ന ഗവൺമെന്റ് കാണാതെ പോയ കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണെന്നോ പഞ്ചായത്ത് മെമ്പർ ആരെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA ആരാണെന്നോ എനിക്കറിയില്ല. സത്യത്തിൽ ഇതുപോലെ ഈ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷക്കാലമായി ഇതുവരെയായിട്ടും ഇത് ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെന്റെങ്കിലും ഇതൊക്കെ കണ്ണിലെടുത്ത് ഇതൊക്കെ കണ്ട് ഇവിടുത്തെ MLA ആരായാലും ഇത് ജയിച്ച MLA ആരായാലും വെഞ്ഞാറമൂടിൻ്റെ MLA ആരായാലും ശരി, പുള്ളിക്കാരൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ഇതുവഴിയാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ എമർജൻസി എടുത്ത് പോകുന്ന റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെങ്കിലും കണ്ടിട്ട് ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് നിങ്ങൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. കാരണം വെഞ്ഞാറമൂട് മേൽപ്പാലം വരുന്നത് കൊണ്ട് തന്നെ വണ്ടികളെല്ലാം ബസ്സുകളെല്ലാം തിരിച്ചു വിടുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ വഴിയാണ് എല്ലാ ബസ്സുകളും പോകുന്നത്. ആ റോഡ് കിടക്കുന്ന കിടപ്പാണ് ഏകദേശം 3-4 വർഷക്കാലമായി അതുപോലെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ കുറച്ച് ചരളും മെറ്റിലും കൊണ്ടിട്ടിട്ട് നിമത്തിയിട്ടുണ്ട്. ജനങ്ങൾ ഒത്തിരി കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇതുപോലത്തെ പാണ്ട കുഴികളാണുള്ളത്. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 2 വീലറുകാരെ അറിയില്ല, അവർ നേരെ വന്ന് ഇറങ്ങി കൊടുക്കും, മറിഞ്ഞടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇപ്പം തന്നെ ഇത് ശരിയാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റെങ്കിലും ഇതൊക്കെ ചെയ്തു തരുമെന്ന് വിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണത്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഒന്നും ചെയ്യാനൊന്നും പോണില്ല, എന്നാലും ഇട്ടെന്നേ ഉള്ളൂ. ശരി, ബായ്, കാണാം.